ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 82. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു വാർത്ത പെട്ടെന്ന് തന്നെ വന്നിരിക്കുകയാണ്. ഷാനവാസിനെതിരെ കയ്യാങ്കളി കളിച്ച നെവിൻ ഹൗസിൽ നിന്നും ഔട്ടായിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ നെവിൻ്റെ ഓവറാക്കൽ കണ്ടപ്പം തന്നെ, ഓവറാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ബാക്കിൽ നിന്ന് ചൊറിഞ്ഞ് ബെഡിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ പരമാവധി വൃത്തികേടുകൾ നെവിൻ ഇന്നലത്തെ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ ചെയ്ത് കാണിച്ചു. ടാസ്കിന്റെ ഇടയിൽ കച്ചറ ഉണ്ടാക്കല്, ഫുഡിന്റെ അവിടെ അയ്യോ എന്തോ മറ്റേ ഡിക്റ്റേറ്റർ ഹിറ്റ്ലറാണ് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന തരത്തിലാണ് ഈ നെവിൻ ഇന്നലെ കാണിച്ചു കൂട്ടിയത്. ഇന്നലെ തന്നെ കണ്ടപ്പോൾ നമുക്കൊരു കാര്യം ഔട്ടായി. ഇവന് മനസ്സിലായിട്ടുണ്ട് ഇവന്റെ കപ്പാസിറ്റി തീർന്നു, അവന്റെ തനി സ്വരൂപം പുറത്തോട്ടേക്ക് വന്നു. ഇനി ഈ ആഴ്ച ഇവൻ ഔട്ടാവുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. മിക്കവാറും ഇപ്പം തന്നെ എടുത്ത് തൂക്കി കളയാനാണ് ബിഗ് ബോസ് ടീമിന്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷാനവാസൊക്കെ ഇന്നലെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഭക്ഷണവും ഫ്ലോർ ക്ലീനിങ്ങും അതുപോലെ ബാത്റൂം ക്ലീനിങ് എല്ലാം വ്യത്യാസമുണ്ട്. ബാത്റൂം ഇപ്പം കുറച്ചു നേരത്തെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ആർക്കും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ഇനി ആകെ 10-18 ദിവസമേ ബാക്കിയുള്ളൂ. അത് മെല്ലനെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. പക്ഷേ ആഹാരം കിട്ടേണ്ട സമയത്ത് കിട്ടണം. കാരണം ഒരുപാട് മെഡിക്കേഷൻസും ഇതൊക്കെ എടുക്കുന്ന ആൾക്കാരാണെന്ന് അവർ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. പലർക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഇവൻ ഇന്നലെ നമുക്കറിയാം നൂറയുടെ കാര്യം ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഹിറ്റ്ലറാണെന്നുള്ള തരത്തിലാണ് ഇവന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടായിരുന്നത്. അതെന്തായാലും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൂതറ വന്നിട്ട് ഇന്നിപ്പോൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. എന്തോ ഒരു സാധനം എടുത്ത് ഷാനവാസിനെ എറിഞ്ഞു, ഫൈനൽ വാർണിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവനെ ഹൗസിൽ നിന്ന് പുറത്താക്കണം. പക്ഷെ ഇവനെ ഇവിടെ ഹൗസിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റൊരു കാരണമേ ഉണ്ടാവും. ലാലേട്ടൻ ഈ ആഴ്ച വന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ അവിടെ വെച്ചിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഇവനെ സീക്രട്ട് റൂമിലേക്ക് അതിലേക്ക് മാറ്റി അതുവരെ വെച്ച് കൃത്യമായിട്ടുള്ള സമയത്ത് പുറത്താക്കണം. അറിഞ്ഞിരിക്കുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ ഹോസ്പിറ്റലിലോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു സംഭവമാണ്. കാരണം ഓൾറെഡി നമുക്കറിയാം ഷാനവാസിന് ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് അവിടെ തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ആളെടുത്ത് ഉപദ്രവിക്കുന്ന തരത്തിൽ എന്തോ ഒരു സാധനം വലിച്ചെറിഞ്ഞു, അതുപോലെ തട്ടിക്കേറി എന്തോ ചെയ്തു. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് ലൈവിൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലും ക്ലിയർ കട്ട് വേർഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നാലും പറയട്ടെ, തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം സംഭവം. ഇവൻ ഇനി വോട്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, ഇനി കിട്ടില്ല എന്നുള്ള സംഭവം ഇവൻ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ തനി സ്വരൂപം പുറത്തു വന്നു എന്ന് മാത്രം നമുക്ക് പറയാം. കാരണം ഇന്നലെ തന്നെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻസിൽ നോക്കാം. ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചെയ്യാനുള്ള ബിഹൈൻഡ് സൈക്കോളജി എന്താണെന്നുള്ള സംഭവം. ബാക്കിയുള്ളവരൊക്കെ നല്ലോണം ടിക്കറ്റ് ഫിനാലെ ടാസ്കും കാര്യങ്ങളൊക്കെ കയറി ടോപ്പ് 3 എത്തുന്നുള്ളത് ഇവന് മനസ്സിലായി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. അസൂയ, ഈഗോ, കുതികാൽ വെട്ട്, മറ്റുള്ളവരെ ബിട്രേ ചെയ്യുക, ഇതൊക്കെയാണ് ഇവന്റെ ട്രെയ്റ്റ്സ്, ക്യാരക്ടർ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മാതിരി രീതിയിലുള്ള ഒരു യൂസ്ലെസ്സിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വൃത്തിയായിട്ടൊരു കണ്ടസ്റ്റന്റും ഇല്ല എന്ന് പറയേണ്ടി വരും. ആ രീതിയിലാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം നിഷേധിക്കുക, ഒരാൾ കിടക്കുന്ന ഒരു പേഴ്സണൽ സ്പേസ് കൊണ്ടുപോയിട്ട് നശിപ്പിക്കുക, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഉപദ്രവവും ബിഗ് ബോസ് കർശനമായിട്ടുള്ള നടപടി തന്നെ എതിരെ എടുക്കണം. ഫിസിക്കലി അസോൾട്ട് ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കേസും കാര്യങ്ങളുമായിട്ട് വരെ പുറത്തു പോകണം ഷാനവാസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഡൗൺ ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അണ്ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.